പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്കായി വച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ നിവൃത്തി നമ്മളിൽ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ, അതിന് അവകാശികളാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയം മാറിപ്പോകണം. ഈ ഭയം വാഗ്ദത്തത്തിൻ്റെ അവകാശികളാകുവാൻ നമ്മെ ഒരിക്കലും അനുവദിക്കുകയില്ല. നമ്മളെ തടസ്സം ചെയ്യും, നമ്മെ തെറ്റായ ധാരണയിൽ കൊണ്ടുവരും, അബദ്ധമായ കാര്യങ്ങൾ നമ്മെ കൊണ്ട് ചെയ്യിക്കും. ദൈവത്തിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ കാണുവാൻ കർത്താവ് നമുക്ക് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തരുണത്തിൽ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭയം അതൊരു വലിയ സംഭവമാണ്. രണ്ട് രീതിയിലുള്ളതായ ഭയമുണ്ട്. ഒന്ന് മാനുഷിക ഭയം. മാനുഷിക ഭയത്തിൻ്റെ അങ്ങേപ്പുറത്ത്, അങ്ങേ അറ്റത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ അങ്ങേ വശത്ത് നമുക്ക് കാണുന്ന ഭയം ദൈവഭയം. ദൈവഭയം മനുഷ്യൻ്റെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ അവനിലുള്ളതായ മാനുഷിക ഭയത്തിന് വിരാമമാകും, അത് മാറിപ്പോകും. മനുഷ്യനോട് ഭയപ്പെടരുതെന്ന് ദൈവം പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരുത്തരെയും ഭയമില്ലാത്തവനായി പോവുക എന്നുള്ളതല്ല. മാനുഷികമായി നമ്മുടെ ഹൃദയത്തിൽ നാം വച്ചിരിക്കുന്നതായ ആ ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവഭയത്തിൽ നമ്മെ സൂക്ഷിക്കുമ്പോൾ അതാണ് വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാനും ആ വാഗ്ദത്തങ്ങളുടെ അവകാശികളായി നമ്മൾ വരുവാനും ദൈവം നമ്മെ പ്രാപ്തരാക്കുന്നത്. ഒരു മനുഷ്യൻ രാത്രിയുടെ യാമത്തിൽ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് തൻ്റെ വഴി കുറുകെ ഒരു പാമ്പ് കിടക്കുന്നത് കണ്ടു. അത് അതിൻ്റെ വളവോടുകൂടി കിടക്കുക. കുറുകെ കിടക്കുന്ന പാമ്പിനെ മറികടക്കുവാൻ ഈ മനുഷ്യന് വളരെ ഭയങ്കരമായിട്ട് ഭയന്ന് താൻ നിശ്ചലമായി നിന്നുപോയി. കാലെടുത്ത് അങ്ങേപ്പുറത്ത് വെച്ചാൽ ആ പാമ്പ് കടിച്ചെങ്കിലോ അതിൻ്റെ തലയെ കാണാൻ കഴിയുന്നില്ല. ആ അറ്റത്താണോ തല, ഈ അറ്റത്താണോ എന്ന് ആ മനുഷ്യൻ അറിയില്ല. ചെറിയ അനക്കം അതിനുള്ളതുപോലെ തോന്നി. അങ്ങനെ നിശ്ചലമായി താൻ നിൽക്കുമ്പോൾ വേറൊരു മനുഷ്യൻ കടന്നു വന്നു. അയാളുടെ കയ്യിൽ അല്പം വെളിച്ചമുണ്ടായിരുന്നു. ആ വെളിച്ചത്തിൽ കൂടെ അദ്ദേഹത്തോട് പറഞ്ഞു, ദാ ഒരു പാമ്പ് കിടക്കുന്നു, നമുക്ക് ഇതുവഴി നടന്നു പോകാൻ കഴിയില്ല. അങ്ങനെ ആ മനുഷ്യൻ്റെ കയ്യിലുള്ള വെളിച്ചം ആ പാമ്പ് കിടന്ന സ്ഥാനത്തേക്ക് ആ വെളിച്ചം പ്രകാശിപ്പിച്ച് നോക്കിയപ്പോൾ അപ്പോഴാണ് മനസ്സിലായത് അത് പാമ്പല്ല, വെറും ഒരു കയറ് അവിടെ രാത്രിയിൽ ഇങ്ങനെ വളഞ്ഞു കിടക്കുക. ആ കയറിനെ കണ്ടുകൊണ്ട് ആദ്യം വന്ന മനുഷ്യൻ്റെ കയ്യിൽ വെളിച്ചമില്ലാതിരുന്നത് കൊണ്ട് താൻ തെറ്റിദ്ധരിച്ചു പോയി അത് പാമ്പാണെന്നുള്ളതായൊരു ചിന്ത. അപ്പോൾ അവൻ്റെ നിരൂപണം, ഇമാജിനേഷൻ അവനെ ഭയത്തിന് അടിമയാക്കി. ആ ഭയന്ന് വിറങ്ങലിച്ച് അവൻ നിൽക്കുമ്പോൾ വെളിച്ചമുള്ള ഒരു മനുഷ്യൻ കടന്നു വന്നപ്പോൾ ആ വെളിച്ചത്തിൽ അതിനെ കണ്ടപ്പോൾ, ഇല്ലായെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തെ കാണാനിടയായപ്പോൾ അത് പാമ്പല്ല, അത് വെറും ചിന്തയാണ്, അല്ലെങ്കിൽ നമ്മൾ ധരിച്ചിരുന്ന തെറ്റായ ധാരണയാണ് അതെന്ന് മനസ്സിലായപ്പോൾ ആ ഭയം മാറിപ്പോയി. ഭയം രണ്ട് രീതിയിലുള്ളതുപോലെ തന്നെ ധൈര്യവും രണ്ട് രീതിയിലുണ്ട്. ഒന്ന് മാനുഷിക ധൈര്യം, രണ്ട് ദൈവം തരുന്ന ധൈര്യം. മാനുഷിക ധൈര്യം കൊണ്ട് ഈ ലോകത്തിലെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചെന്ന് വരാം, അല്പമായിട്ടുള്ളത്, അത് നിലനിൽക്കുകയില്ല, അതിനെപ്പോഴും ആപത്ത് അതിൻ്റെ പിന്നിലുണ്ട്. എന്നാൽ ദൈവം നമ്മെ ധൈര്യപ്പെടുത്തുമ്പോൾ ആ ധൈര്യം സകലത്തിനും പ്രാപ്തരാക്കി നമ്മെ ഉരുവാക്കി മാറ്റുന്നു, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു, നമ്മളിൽ വലിയൊരു പ്രതിച്ഛായ ഉളവാക്കുന്നു. ഈ പ്രഭാതത്തിൽ തിരുവചനത്തിൽ നിന്ന് നമ്മുടെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. മോശയോട് ദൈവം ചോദിക്കുകയാണ്, ഞാൻ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് നിനക്ക് അനുസരിച്ച് പോകാൻ നിനക്ക് കഴിയുമോ? മിസ്രയീമിലെ ആ ഫറവോൻ രാജാവിനെ നിനക്ക് നേരിട്ട് കണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിനക്ക് കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ മോശ സംശയത്തോടു കൂടി ഒരു കാര്യം പറഞ്ഞു. ദൈവമേ, ഞാൻ പറയുന്ന കാര്യം അവർ വിശ്വസിച്ചില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ സഹോദരന്മാർ തന്നെയും എൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ചില്ല എങ്കിൽ സർവശക്തനായ ഒരു ദൈവം ഉണ്ട്, ആ ഭയപ്പെടേണ്ട ഒരു യഥാർത്ഥമായി മനുഷ്യന് ഭയപ്പെടേണ്ടതായ ഒരു ദൈവം സ്വർഗത്തിലുണ്ട്, അവന് സംസാരിക്കാൻ കഴിയും, ജീവനുള്ള ദൈവമാണ്, അവൻ നമ്മെ കാണുന്നു എന്നൊക്കെ അവരോട് പറയുമ്പോൾ അവർ വിശ്വസിക്കുവാൻ തക്കവണ്ണം എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്ന് മോശ ആവലാതി പറഞ്ഞു. മാനുഷിക ഭയം, അതിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം അവനോട് ചോദിച്ചു, മോശെ,
നിന്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത്? മോശ പെട്ടെന്ന് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിക്കുന്ന ആടുകളെ തീറ്റി നടക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു വടിയുണ്ട്. ദൈവം മോശയോട് പറയാണ്, നിന്റെ കയ്യിലുള്ള വടി താഴെയിടുക. താഴെയിട്ടപ്പോൾ അതൊരു സർപ്പമായി. മോശ ഭയന്നോടി, മാനുഷിക ഭയം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം മോശയോട് പറയാണ്, നീ ഭയന്നോടരുത്, ആ സർപ്പത്തെ അതിൻ്റെ വാലിൽ കയറി പിടിക്കുക എന്ന് പറഞ്ഞു. അതെന്താണ് ദൈവം അതിൻ്റെ വാലിൽ കയറി പിടിക്കാൻ പറഞ്ഞത്? നമുക്കറിയാം, ഒരു സർപ്പത്തെ വാലിൽ ആരും പിടിക്കുകയില്ല. അത് മാനുഷിക ബുദ്ധിയല്ല. സാധാരണ ഒരു പാമ്പിനെ നാം പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കടിയേക്കാതിരിക്കുവാൻ അതിൻ്റെ തലയിൽ നിന്ന് താഴെ അതിൻ്റെ കഴുത്ത് ഭാഗത്ത് വേണം പിടിക്കാൻ. ഇല്ലെങ്കിൽ ഈ സർപ്പം നമ്മളെ കടിക്കും. അടിച്ചാലും, അതിനെ കൊല്ലുവാൻ അടിച്ചാലും അതിൻ്റെ കഴുത്തിന് വേണം അടിക്കാൻ. നടുക്കടിച്ചാൽ പാമ്പ് തിരിഞ്ഞ് കടിക്കും, വാലിലടിച്ചാൽ പാമ്പ് തിരിഞ്ഞ് കടിക്കും, അതിൽ നിന്ന് കടിയേക്കും. എന്നാൽ ദൈവം മോശയോട് പറയുന്നത്, നീ അതിൻ്റെ വാലിൽ കയറി പിടിക്കുക എന്ന് പറഞ്ഞാൽ മാനുഷിക ബുദ്ധിക്ക് അതീതമായി ദൈവത്തിൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ ഭയം മാനുഷിക ഭയത്തേക്കാൾ അപ്പുറമാണ്. ഒരു പാമ്പിനെ കണ്ടപ്പോൾ, സർപ്പത്തെ കണ്ടപ്പോൾ മോശ ഓടിയത് അത് മാനുഷിക ഭയം. എന്നാൽ ദൈവം പറയുന്നു, ആ മാനുഷിക ഭയത്തെ ജയിക്കുവാൻ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? അപകടകരമായ മാനുഷിക ബുദ്ധിയിൽ അസാധ്യമല്ലെങ്കിൽ അപ്രായോഗികമായ ഒരു കാര്യം ചെയ്യുവാൻ ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ച് ചെയ്യുമ്പോൾ, അനുസരണത്തിന് വിധേയമാകുമ്പോൾ, അതിതാ ആ മാനുഷിക ഭയത്തെ മാറ്റി ദൈവഭയത്തെ, ദൈവത്തിൻ്റെ ശക്തിയെ ആ പ്രവൃത്തിയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവഭയം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. അത് അങ്ങനെ ദൈവത്തിൻ്റെ ഭയം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം തരുന്ന ഒരു ധൈര്യത്തിൻ്റെ അവകാശിയാകുന്നു. മനുഷ്യർ പല ധൈര്യവും കൊണ്ടുവരും. ഇല്ലെങ്കിൽ അതിൻ്റെ കഴുത്തിന് അടിക്കുകയോ കഴുത്തിന് പിടിക്കുകയോ ചെയ്യുന്നതൊക്കെ ഒരു മാനുഷിക ധൈര്യമാണ്, മാനുഷിക ബുദ്ധിയാണ്. അതിൽ കൂടെ നമ്മളിൽ കഴിവരുത്താൻ സാധിക്കുന്നതായ താൽക്കാലികമായ ചില ബുദ്ധികളും ധൈര്യങ്ങളുമുണ്ട്. എന്നാൽ അത് എപ്പോഴും ഫലിച്ചെന്ന് വരികയില്ല. എന്നാൽ ദൈവം പറയുന്നതായ വാക്കനുസരിച്ചുകൊണ്ട് മാനുഷിക ബുദ്ധിക്ക് അതീതമായി, മാനുഷിക ജ്ഞാനത്തിന് അതീതമായി ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഏത് ബുദ്ധിയെയും കടന്നു പിടിക്കുവാൻ, സ്വായത്തമാക്കുവാൻ, നമുക്ക് അധീനപ്പെടുത്തുവാൻ, ഏത് ശക്തിയെയും ഏത് വാക്കുകളെയും ഏത് മനുഷ്യനെയും നമുക്ക് അധീനപ്പെടുത്തുവാൻ തക്കതായ ഒരു ദൈവിക ജ്ഞാനം നമ്മളിൽ കടന്നു വരുന്നു. അതിന് ദൈവം ആവശ്യപ്പെടുന്നത് നമ്മുടെ കയ്യിലുള്ളതായ വടി. മോശയോട് ദൈവം ചോദിക്കുന്നു, നിന്റെ കയ്യിൽ എന്തുണ്ട്? നമ്മുടെ കയ്യിൽ നിന്നുള്ളത് കൊണ്ട് തന്നെ ദൈവം അടയാളങ്ങളെ സൃഷ്ടിക്കുന്നു. ആകാശത്തു നിന്നൊരു വടി ഇറക്കിത്തന്ന് നമ്മളിൽ അടയാളങ്ങൾ സൃഷ്ടിക്കുകയല്ല. നമ്മുടെ കയ്യിൽ ഉള്ള വടികൾ തന്നെ, നമ്മുടെ കയ്യിലുള്ളതായ ഉപകരണങ്ങൾ തന്നെ, നമ്മുടെ കയ്യിലുള്ളതായ ആശ്രിതങ്ങളെ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് അതീതമായി ദൈവം അതിനെ രൂപാന്തരപ്പെടുത്തുന്നു. നോക്കൂ, മോശ സർപ്പത്തെ വാലിൽ പിടിച്ചപ്പോൾ ആ സർപ്പം വീണ്ടും വടിയായി തീർന്നു. അത് പിന്നീട് അതിൻ്റെ പേര് ദൈവത്തിൻ്റെ വടി. പ്രൈസ് ദി ലോർഡ്. അതുവരെയും അത് മോശയുടെ വടിയായിരുന്നു. എന്നാൽ ദൈവം പറയുന്നത് അനുസരിച്ചപ്പോൾ അത് സർപ്പമായി തീർന്നു. അവൻ്റെ കയ്യിലുള്ള വടി താഴെയിട്ടപ്പോൾ അത് സർപ്പമായി. അതിൻ്റെ വാലിൽ കയറി പിടിച്ചുടനെ അത് വീണ്ടും വടിയായി തീർന്നു. ആ വടി അവൻ്റെ യാത്രയുടെ അവസാനം വരെയും അവൻ്റെ കയ്യിൽ വച്ചേക്കുവാൻ ദൈവം കൽപ്പന കൊടുത്തു. അത് അവന് ധൈര്യം കൊടുത്തു. അവന് മനസ്സിലായി, ഈ വടി സർപ്പമാകും. ഈ സർപ്പമായാൽ അതിനെ എങ്ങനെ പിടിക്കണമെന്ന് എനിക്കറിയാം. മോശ ഇപ്പോൾ ആ വടി വലിയൊരു ധൈര്യത്തോടു കൂടിയാണ് കൊണ്ടു നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിൽ ഒരു സർപ്പമുണ്ട്. അവനെ കടിക്കാത്ത രീതിയിൽ അതിനെ ഹോൾഡ് ചെയ്യാൻ മോശ പ്രാപ്തനായി തീർന്നു. ദൈവം കൊടുത്ത ധൈര്യം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇതേ രീതിയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങളെ അനുസരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് ഭയം മാറിപ്പോവും. പലപ്പോഴും ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കുവാൻ നമ്മുടെ ബുദ്ധി നമ്മെ സമ്മതിക്കുകയില്ല. ഒരു സർപ്പത്തെ വാലിൽ കയറി പിടിക്കുവാൻ ഒരാൾ പറഞ്ഞാൽ ബുദ്ധികെട്ടവനെന്ന് നമ്മൾ അവനെ വിളിക്കുകയില്ലേ? എന്നാൽ ദൈവത്തിൻ്റെ വാക്ക് മോശ വളരെ ശക്തിയോടുകൂടെ അംഗീകരിക്കുകയുണ്ടായി. ദൈവം പറഞ്ഞാൽ അതിന് അങ്ങേപ്പുറം മറ്റൊന്നുമില്ല. ദൈവത്തെ സർവശക്തിയുള്ള ദൈവമായി മോശ കാണുവാൻ തുടങ്ങി. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സർവശക്തിയുള്ള ദൈവമായി
നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ, നമ്മുടെ കയ്യിലുള്ളതായ ബുദ്ധി, നമ്മുടെ കയ്യിലുള്ള ജ്ഞാനങ്ങൾ, നമ്മുടെ കയ്യിലുള്ളതായ രക്ഷകൾ, സ്വയരക്ഷ, ഇതെല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ ജ്ഞാനമായി, ദൈവം തരുന്ന വഴികളായി, ദൈവം തരുന്ന നടത്തിപ്പുകളായി, ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളായി, അതിന്മേൽ ഉള്ളതായ അവകാശങ്ങളായി അത് മാറ്റപ്പെടുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് അവകാശികൾ അങ്ങനെയാണ് നാം ആയിത്തീരുന്നത്, രൂപാന്തരപ്പെടുന്നത്. ഒരു പ്രഭാതം കൊണ്ട് വാക്കുകൊണ്ട് നമ്മെ വാഗ്ദത്തത്തിൻ്റെ അവകാശികളാക്കുകയല്ല. നമ്മുടെ കയ്യിലുള്ളതായ കാര്യങ്ങളെ ദൈവം രൂപാന്തരപ്പെടുത്തി വേറൊരു രൂപത്തോടുകൂടി, വേറൊരു സ്വായത്തത്തോടുകൂടെ, വേറൊരു അവകാശത്തോടുകൂടെ നമ്മുടെ കയ്യിൽ തിരികെ ഏൽപ്പിക്കുക. നാം നമുക്ക് തന്നെ ധൈര്യമായി തീരുന്നു. നമ്മൾ തന്നെ നമ്മളിൽ നിന്ന് ഭയത്തെ മാറ്റിക്കളയുന്നു. ഈ പ്രഭാതത്തിൽ ദൈവം ഇങ്ങനെയുള്ള മോശമാരെ നമ്മുടെ ഇടയിൽ നിന്ന് അന്വേഷിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? നമ്മുടെ കയ്യിലുള്ളതായ വടി താഴെ ഇട്ടിട്ട് അതിനെ വാലിൽ കയറി പിടിക്കുവാൻ ശക്തിയുള്ള ധൈര്യശാലികളെ കർത്താവ് അന്വേഷിക്കുന്നു. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്കും നമ്മളിൽ കൂടെ പലർക്കും അവകാശമാക്കി തീർക്കേണ്ടതിന് ദൈവത്തിന് അത് ഉപയോഗിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിൽ എത്ര പേർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൈര്യശാലികളായി ചേരുവാൻ ആഗ്രഹിക്കുന്നു? ഒരു മനുഷ്യൻ വഴി നടന്നപ്പോൾ അവൻ്റെ മുൻപിൽ കണ്ടതായ കയറിനെ സർപ്പമായി കണ്ടതുപോലെ അവൻ്റെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായിത്തീരുന്നു. മനുഷ്യർ അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ കഴിയാതെ അവരുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. റോമാലേഖനം 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും അപ്പോസ്തലനായ പൗലോസ് സഭയോട് പറയുന്നത് നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീർന്നു. അങ്ങനെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിത്തീരുമ്പോൾ, നമ്മുടെ ചിന്തയിൽ നിന്ന് നാം വ്യർത്ഥരായിത്തീരുമ്പോൾ നാം അധർമ്മം പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് തള്ളപ്പെടുകയാണ്. അങ്ങനെ നിരൂപണങ്ങളിലെ വ്യർത്ഥത അധർമ്മത്തിൻ്റെ കൂട്ടാളികളാക്കി നമ്മെ മാറ്റുവാൻ സാധ്യമാക്കുന്നത് കൊണ്ട് ദൈവം പറയുകയാണ്, നീ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഭയപ്പെടരുത്. എങ്ങനെ? മാനുഷിക ഭയത്തെ നിന്നിൽ നിന്ന് മാറ്റുവാൻ ദൈവഭയത്തെ നിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. നിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന ദൈവഭയം നിന്നെ വഴി നടത്തുവാൻ ശക്തിയുള്ളതെന്ന്, ഏത് സാഹചര്യങ്ങളിലും നിനക്ക് അതിനെ അഭിമുഖീകരിക്കുവാൻ ശക്തിയുള്ളവനെന്ന് നിനക്ക് തന്നെ ധൈര്യം പകരുന്നതാണ്. ദൈവം ഒരിക്കലും ഒരു പ്രതിസന്ധിയെ നമ്മുടെ മുൻപിൽ നിന്ന് മാറ്റിക്കളയുന്നില്ല. നോക്കൂ, മോശയുടെ മുൻപിൽ സർപ്പമായ ആ വടി, അല്ലെങ്കിൽ ആ വടിയെ ദൈവം മാറ്റിക്കളയുന്നില്ല, ആ സർപ്പത്തെ മാറ്റിക്കളയുന്നില്ല. ദൈവം മോശയോട് പറയാണ്, നീ അതിനെ പിടിക്കുക. അപ്പോൾ പ്രതികൂലങ്ങളെ മാറ്റിക്കളയുകയല്ല, ഇല്ലാതാക്കി കളയല്ല. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്, കർത്താവേ പ്രതിസന്ധികളെ മാറ്റണമേ. നോ, പ്രതിസന്ധികളെ ദൈവം മാറ്റുകയല്ല, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ നമ്മെ അഭ്യസിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. അങ്ങനെയാണ് ദൈവത്തിൻ്റെ മനുഷ്യൻ ആയിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നാം പ്രതിസന്ധികളെ കണ്ട് ഓടിപ്പോകുന്നവരല്ല, ഭയപ്പെടുന്നവരല്ല, പ്രതിസന്ധികളെ കണ്ട് നിലവിളിക്കുന്നവരല്ല, പ്രതിസന്ധികളെ കണ്ട് കരയുന്നവരല്ല, പ്രതിസന്ധികളെ കണ്ട് അതിനെ നീക്കുന്നതിന് വേണ്ടി ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുകയല്ല. പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ ശക്തിമത്തായ ഒരു ഹൃദയം നമ്മളിൽ വ്യാപരിക്കേണ്ടതിന്, നമ്മളിൽ രൂപം കൊള്ളേണ്ടതിന് വേണ്ടി ദൈവം പറയുകയാണ്, നീ പോകുമ്പോൾ എൻ്റെ വടിയും നീ നിന്റെ കൂടെ കൊണ്ടുപോവുക. നമ്മുടെ യാത്രയിലൊക്കെയും ദൈവം തന്ന ധൈര്യത്തെ, ദൈവം രൂപാന്തരപ്പെടുത്തിയതായ ആ ധൈര്യത്തെ, ആ വിശ്വാസത്തെ, ദൈവത്തിൻ്റെ കൽപ്പനകളെ, സർവശക്തിയുള്ള ദൈവത്തെക്കുറിച്ചുള്ള ആ ദർശനത്തെ നമ്മുടെ കയ്യിൽ ഏന്തിക്കൊണ്ടുള്ളതായ യാത്ര ജീവിതയാത്രയിൽ എപ്പോഴും നമുക്ക് തുണയായിരിക്കും. പ്രതിസന്ധികൾ ധാരാളം വരും, അതിനെ മാറ്റുകയല്ല, അതിനെ അഭിമുഖീകരിക്കുവാൻ ദൈവം നമുക്ക് ശക്തി പകരും. പ്രിയരെ, ആ ധൈര്യത്തിന് അവകാശികളായി ഈ പ്രഭാതം നമ്മെ മാറ്റുമാറാകട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവഭയമുള്ളവരായി, ദൈവം തരുന്ന ധൈര്യമുള്ളവരായി, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന്റെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഒരുക്കുമാറാകട്ടെ. സ്നേഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.